ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കേരള സ്റ്റൈൽ നല്ല നാടൻ എരിവെള്ള മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന മിക്സ്ചറിനേക്കാളും ഒത്തിരി ടേസ്റ്റിൽ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്സ്ചർ തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു വിസ്താരമുള്ള പാത്രത്തിലേക്ക് 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് നല്ല നൈസ് വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം പൊടി, പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് മയത്തിൽ കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ പിന്നീട് ഇടിയപ്പം പ്രസ്സറിൽ മാവ് വെച്ച് ചൂടായ ഓയിലിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും മുറിഞ്ഞു പോകാതെ നീളത്തിൽ കിട്ടുകയുള്ളൂ. മാവ് നല്ല മയത്തിൽ പാകത്തിന് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് പാത്രത്തിൽ നിന്ന് വടിച്ച് നല്ല വൃത്തിയായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ആ ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ഒഴിച്ചു കൊടുക്കുന്നതും വറുത്തെടുക്കുന്നതും വെവ്വേറെ ഓയിലായി പോകരുത്. എന്നിട്ട് മാവ് ഇടിയപ്പം പ്രസ്സറിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില്ലിനേക്കാളും കുറച്ചുകൂടി വലിയ തുളകളുള്ള ചില്ല് വേണം മിക്സർ ഉണ്ടാക്കാനായിട്ട് ഇട്ട് കൊടുക്കാൻ. ഇനി ഈ മാവ് ചൂടായ ഓയിലിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് വട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ചൂടായ ഓയിലിലേക്ക് മാവ് പ്രസ് ചെയ്തിടുമ്പോൾ കുറച്ച് സമയം ഇതേപോലെ പതഞ്ഞു വരും. മാവിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറി ക്രിസ്പിയായി തുടങ്ങുമ്പോൾ പതയൊക്കെ ഒന്ന് കുറയും. ആ സമയം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയിൽ പത വരുന്നത് നിൽക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആയി എന്നാണ് അർത്ഥം. ഉടനെ തന്നെ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ രീതിയിൽ എല്ലാം ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് മിക്സ്ചറിന് വേണ്ടിയിട്ടുള്ള ബൂന്തിക്കുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് കടലപ്പൊടിയും 1/2 ഗ്ലാസ് വറുത്ത നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനൊപ്പം 1/4 ടീസ്പൂൺ കായംപൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ചൂടായ ഓയിലിലേക്ക് ഇതേപോലെ തുളകളുള്ള തവി കൂടി മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി മിക്സറിന് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത വെളുത്തുള്ളി ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് മിക്സറിലേക്കുള്ള കപ്പലണ്ടി വറുത്തെടുക്കാം. തൊലിയോട് കൂടിയിട്ടുള്ള പച്ച കപ്പലണ്ടിയാണ് മിക്സറിലേക്ക് ഉപയോഗിക്കുന്നത്. അത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടിയൊക്കെ വറുക്കുമ്പോൾ ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പൊട്ടുകടല വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ മിക്സറിലേക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഐറ്റംസും വറുത്തെടുത്തിട്ടുണ്ട്. ഈ വറുത്തെടുത്ത ഐറ്റംസിന് ഇപ്പം നല്ല ചൂടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. ഒത്തിരി ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ നല്ല എരിവെള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.